മക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധീനതയിൽ വന്നു. ഇനി വേണമെങ്കിൽ തങ്ങൾക്ക് മക്കയിലേക്ക് തന്നെ തിരിച്ചു വരാമായിരുന്നു. ആ മക്കയിൽ തന്നെ ശിഷ്ടകാലം ജീവിക്കാമായിരുന്നു. തങ്ങളുടെ ഖബർ പരിശുദ്ധ കഅബയുടെ അടുത്ത് മക്കയിൽ തന്നെ ആക്കാമായിരുന്നു. ഇതിനേക്കാളും മദീനയുടെ അന്തരീക്ഷത്തിലൂടെ അങ്ങ് കടന്നുപോയാൽ തന്നെ അസുഖം ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ നബിതങ്ങളുടെ താമസത്തിന് വേണ്ടി മദീനയുടെ കാലാവസ്ഥ അള്ളാഹു പാകപ്പെടുത്തി കൊടുത്തു എന്നാണ്. അതിൽ ഒന്നാമത്തെ മഹത്വം എന്താന്ന് വെച്ചാല് പരിശുദ്ധ മക്കയുടെ മഹത്വം നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ആ മക്കയുടെ മഹത്വത്തെ കുറിച്ച് പല രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാം പ്രഖ്യാപിച്ച ഹറമാണ് മക്ക. നമുക്കെല്ലാവർക്കും അറിയാം, മക്കയുടെ നിശ്ചിത പരിധി ഹറം പരിധിയാണ്. ആ ഹറമിന്റെ ഉള്ളിൽ പ്രത്യേക നിയമമാണ്, ഹറമിന് പ്രത്യേക മഹത്വമാണ്, അല്ലെ? അപ്പൊ ഈ ഹറമിന് ഇബ്രാഹിം നബിയുടെ പ്രഖ്യാപനമാണ്. അങ്ങനെയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഖ്യാപനമാണ് മദീനയുടെ ഹറം. മദീനയിലെ 2 മലകൾക്കിടയിലുള്ള പ്രദേശമുണ്ട്. ആ 2 മലകൾക്കിടയിലുള്ള പ്രദേശത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയുടെ ഹറമാക്കി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപനം പല ഹദീസുകളിലും നമുക്ക് കാണാൻ പറ്റും. അപ്പോ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രഖ്യാപനം വന്നത്? അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എങ്ങനെയാണ്? മക്കയുടെ ഹറമിനെ ഇബ്രാഹിം നബി മഹത്വമുള്ളതാക്കി പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്നാൽ മദീനയില് ഐറ് സൗറ് എന്ന് പേരുള്ള 2 മലകളുണ്ട്. ആ 2 മലകളുടെ ഇടയിലുള്ള പ്രദേശത്തെ ഞാൻ മദീനയുടെ ഹറമായി പ്രഖ്യാപിക്കുന്നു.